ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ OR കേളുവിനെ മന്ത്രിസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നു എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, മന്ത്രി K രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വന്ന ഒഴിവിലേക്ക് OR കേളുവിനെ പരിഗണിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. K രാധാകൃഷ്ണനെ പോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ ആ ഒരു പദവിയിലേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു. തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിനായിരുന്നു മുൻതൂക്കം. OR കേളുവിന് തന്നെയായിരുന്നു മുൻതൂക്കം, അല്ലേ? ആര്യ, പട്ടിക വിഭാഗത്തിലുള്ള ആദ്യത്തെ CPM-ന്റെ മന്ത്രിയായി OR കേളു മാറുകയാണ്. പട്ടിക വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവിനെയും CPM ഇതുവരെ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത്തരത്തിൽ ആദ്യത്തെ നേതാവ് നേരത്തെ PK ജയലക്ഷ്മി 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള സംസ്ഥാനത്തെ ആദ്യ മന്ത്രിയായിരുന്നു. ഇപ്പോൾ CPM ആ പാത പിന്തുടരുകയാണ്. K രാധാകൃഷ്ണന് പകരം OR കേളു പിണറായി മന്ത്രിസഭയിലേക്ക് വരുന്നു. മാനന്തവാടിയിൽ 2ാം തവണ വിജയിച്ച MLA ആണ്. CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹം ഇപ്പോൾ K രാധാകൃഷ്ണൻ പകരക്കാരനായി 2ാം പിണറായി മന്ത്രിസഭയിലേക്ക് വരുന്നു. CPM-ന്റെ സംസ്ഥാന സമിതി യോഗമാണ് നിർണായകമായ തീരുമാനം കൈക്കൊണ്ടത്. നേരത്തെ പല പേരുകൾ പറഞ്ഞു കേട്ടുവെങ്കിലും മന്ത്രിസഭയിലേക്ക് വരാൻ അത്തരത്തിൽ ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിലാണ് OR കേളുവിന്റെ പേര് CPM തിരഞ്ഞെടുത്ത. മറ്റ് പരിഗണനകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് OR കേളുവിനെ CPM മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ അദ്ദേഹത്തിന് K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ടാകില്ല. SC/ST വകുപ്പ് മാത്രമാകും നിലവിൽ OR കേളുവിന് ലഭിക്കുക. പാർലമെന്ററി കാര്യം സീനിയർ മന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട വകുപ്പാണ്. നേരത്തെ സ്പീക്കർ കൂടിയായിരുന്ന സംസ്ഥാന സമിതി അംഗം MB രാജേഷിനെയാണ് CPM പാർലമെന്ററി കാര്യം പോലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് ഏൽപ്പിക്കുന്നത്. MB രാജേഷിന് നേരത്തെയുള്ള വകുപ്പുകൾക്ക് പുറമെ എക്സൈസ്, അതുപോലെ തദ്ദേശഭരണ വകുപ്പുകൾക്ക് പുറമെ പാർലമെന്ററി കാര്യം എന്ന വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി നൽകുകയാണ്. സഭയിൽ സ്പീക്കറായി സഭാ നടപടികൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള നേതാവാണ് MB രാജേഷ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടി ഈ മന്ത്രിസഭയിലെ വകുപ്പുകൾ മാറുന്നതിന്റെ ഭാഗമായി ലഭിക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട വകുപ്പ് ദേവസ്വമായിരുന്നു K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തത്. അത് കോട്ടയത്ത് നിന്നുള്ള നേതാവ് VN വാസവൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവനാണ് നൽകുന്നത്. നേരത്തെ മന്ത്രിസഭയിൽ കഴിഞ്ഞ തവണ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും KB ഗണേഷ് കുമാറും ആന്റണിരാജും ഒക്കെ മന്ത്രിസഭയിലേക്ക് വരുമ്പോഴും അവിടെ പോർട്ട് തുറമുഖ വകുപ്പ് അന്ന് നൽകിയത് ഇതുപോലെ VN വാസവനാണ്. VN വാസവനുള്ള വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി നൽകുന്നു. CPM-ന്റെ സംഘടനാ തലത്തിലും സംസ്ഥാന സെക്രട്ടറി അംഗമാണ്, മുതിർന്ന നേതാവാണ്. അതുകൊണ്ടാണ് VN വാസവന് അത്തരം ഒരു വകുപ്പ് കൂടി നൽകുന്നത്. കോട്ടയത്ത് നിന്നുള്ള നേതാവ് അദ്ദേഹത്തിനെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് കൂടി കൊണ്ടുവരുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് ഇടതുമുന്നണി CPM കടക്കുകയാണ്. മന്ത്രിസഭയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുന്നു. OR കേളു, K രാധാകൃഷ്ണന് പകരം OR കേളു മന്ത്രിസഭയിലേക്ക് വരുന്നു. ചില ധാരണകൾ ഉണ്ടായിരുന്നു, ചില ചർച്ചകൾ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു പുതിയ ആളെ മന്ത്രിയാക്കി ചേലക്കരയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാമെന്നൊരു ആലോചന ഉണ്ടായിരുന്നത്, ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. നിലവിലുള്ള MLA-ക്ക് തന്നെ സംസ്ഥാന സമിതി അംഗത്തിന് തന്നെ മന്ത്രിസ്ഥാനം നൽകുകയാണ് CPM. തെരഞ്ഞെടുപ്പേറ്റ വലിയ തിരിച്ചടികൾ, സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട സംഭവം, അതൊക്കെ തിരിച്ചടികൾ മറികടക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സമിതി യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കൂടി CPM കടക്കുന്നത്. ST വിഭാഗം പട്ടിക വർഗ വിഭാഗത്തിൽ നിന്ന് ആദ്യ മന്ത്രി CPM-ന്റെ ക്യാബിനറ്റിലേക്ക്, സംസ്ഥാന മന്ത്രിസഭയിലേക്ക് CPM കൊണ്ടുവരികയാണ്. ആര്യ, അരുൺ, വളരെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുമ്പോൾ CPM രാഷ്ട്രീയത്തിൽ ഇതിന് പ്രാധാന്യം പലതുകൊണ്ടുമുണ്ട്. ഒന്ന്, ഒരു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുന്നു എന്നതിനും അപ്പുറം CPM തെറ്റുതിരുത്തൽ രേഖ അംഗീകരിക്കാൻ സംസ്ഥാന സമിതി ചേരുമ്പോൾ ഫലത്തിൽ ഇതും ഒരു തെറ്റുതിരുത്തലായി മാറുന്നോ എന്ന പ്രാധാന്യം കൂടി ഇതിന് കൈവരുന്നുണ്ട്. കാരണം ഇത്തരമൊരു മേഖലയിൽ നിന്ന് പരിഗണന നൽകുമ്പോൾ CPM മുമ്പ് ചില ആലോചനകൾ നടത്തിയിരുന്നെങ്കിൽ ആ ആലോചനകളിലേക്ക് ഇല്ല ഇത്തവണ. മറിച്ച് സംസ്ഥാന സമിതി അംഗമായ പട്ടികവർഗ അംഗത്തിന് കൂടുതൽ പരിഗണന നൽകുക എന്ന തീരുമാനം, അതൊരു ചരിത്രപരമായ തീരുമാനം കൂടിയായി മാറുകയല്ലേ അരുൺ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണണം. കാരണം നേരത്തെ പറഞ്ഞു കേട്ട പേരുകൾ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ധാരണ CPM-ന് അനൗദ്യോഗികമായി ഉണ്ടായിരുന്ന PK ജമീലയെ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ മന്ത്രി AK ബാലന്റെ ഭാര്യ, മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ PK ജമീലയെ ചേലക്കരയിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അവരെ മന്ത്രിസ്ഥാനത്തെ കൊണ്ടുവരാം എന്നൊരു
ചർച്ച, ആലോചന, ഒരു നീക്കം CPM നടന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയപ്പെട്ടതോടുകൂടി അത്തരം നീക്കങ്ങളൊക്കെ അടഞ്ഞു. പിന്നീട് PK ബിജുവിനെ സംസ്ഥാന സെക്രട്ടറി അംഗമാണ് അദ്ദേഹത്തെ ആലത്തൂരിൽ നേരത്തെ CPM-ന്റെ ഉറച്ച കോട്ട നഷ്ടപ്പെടുത്തിയ നേതാവ് കൂടിയാണ് PK ബിജു. ആ PK ബിജുവിനെ നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വഴി നടക്കുമോ എന്നൊരു ചർച്ച ചില കേന്ദ്രങ്ങൾ CPM നടത്തിയത്. നേതാക്കൾ അതിനുള്ള ചരടുവലികൾ നടത്തിയിരുന്നു. അതും സംസ്ഥാന സമിതിയിൽ വെട്ടിപ്പോകുന്നു. ഏറ്റവും യോഗ്യനായ, ഏറ്റവും താഴേക്കിടയിലുള്ള, അത്രയൊന്നും ഗ്ലാമർ MLA അല്ലാതെ, അതായത് സംസ്ഥാനത്തെ പല MLA-മാരും വെറും MLA-മാരാണെങ്കിൽ വലിയ ഗ്ലാമർ നേതാക്കളാണ്. പക്ഷെ അത്തരത്തിലുള്ള ആ രീതിയിൽ ശോഭിച്ചു നിൽക്കുന്ന ഒരാളെ അല്ല, പകരം കൃത്യമായ സംസ്ഥാന സമിതി അംഗമെന്ന പരിഗണന നൽകി, ആദ്യ ST നേതാവെന്ന പരിഗണന നൽകി. CPM-ന് കഴിഞ്ഞ കുറെ നാളുകളായി മന്ത്രിയില്ലാത്ത ജില്ലയാണ് വയനാട്. വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ്. ഒരിക്കലും CPM-ന് സമീപകാലത്തൊന്നും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത തരത്തിൽ തിരിച്ചടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം നൽകിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ, ആ ജനങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്താനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ OR കേളുവിന്റെ മന്ത്രിസ്ഥാനത്തെ കാണേണ്ടത്. അദ്ദേഹം സംസ്ഥാന സമിതി അംഗമാണ്. ചില യുവ നേതാക്കൾക്ക് വേണ്ടി ചില പ്രധാനപ്പെട്ട നേതാക്കൾ, സെക്രട്ടറി അംഗങ്ങളും ഒക്കെ മന്ത്രിമാരും ഒക്കെ ചരടുവലികൾ നടത്തിയിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് OR കേളു എന്ന പേരിലേക്ക് CPM എത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ചരിത്രപരമായ തീരുമാനമാണ്. ST വിഭാഗത്തിൽ നിന്ന് ആദ്യ മന്ത്രി CPM സർക്കാരിൽ വരുന്നു. സംസ്ഥാന സമിതി അംഗം അതുതന്നെയാണ് പരിഗണന. ജനങ്ങളുമായി പ്രവർത്തിച്ച് പാർട്ടിയുടെ ഉയർന്ന ഘടകങ്ങളിലൊക്കെ എത്തിയ ആ പരിഗണന മാത്രം വെച്ചുകൊണ്ട് OR കേളുവിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി കൂടി അതിനെ കാണണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പേരുകളൊക്കെയാണ് ഒരുപക്ഷെ വന്നിരുന്നുവെങ്കിൽ വീണ്ടും വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നേനെ. കൃത്യമായും സംസ്ഥാന സമിതി അംഗം 2 തവണ വിജയിച്ചയാൾ OR കേളു തന്നെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ യോഗ്യനെന്ന തീരുമാനത്തിലേക്ക് CPM സംസ്ഥാന സമിതി എത്തുകയായിരുന്നു. സംസ്ഥാന സമിതി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്, അവസാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് പോയെങ്കിലും സംസ്ഥാന സമിതി തുടരുകയാണ്. ഇനിയും പല തീരുമാനങ്ങളും സംസ്ഥാന സമിതി പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസത്തേക്ക് ചർച്ചയുടെ പശ്ചാത്തലത്തിൽ കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ ഉയർന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് തെറ്റുതിരുത്താൻ CPM പോകുന്നത്? ആ തെറ്റുതിരുത്തിന്റെ ആദ്യ പടിയായി, അല്ലെങ്കിൽ നേരത്തെ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങളുമായി ചേർന്ന് പോകുന്ന, ജനങ്ങളെയും പാർട്ടി വിശ്വാസ തീരുമാനങ്ങൾക്ക് CPM ഇനിയുള്ള ദിവസങ്ങളിൽ മുൻഗണന നൽകുമെന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കൂടി വേണം ഈ ഒരു തീരുമാനത്തെ നമുക്ക് ഇപ്പോൾ കാണേണ്ടത്. അരുൺ, മറ്റൊരു കാര്യം കൂടി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് ശേഷം പലതരത്തിലുള്ള മുഖം മിനുക്കലുകൾ പ്രതീക്ഷിച്ചിരുന്നു. അതിലൊന്ന് മന്ത്രിസഭയിലെ പുനഃസംഘടനയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന തീരുമാനപ്രകാരം കെ രാധാകൃഷ്ണന്റെ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ വീതം വെച്ച് മറ്റുള്ളവർക്ക് നൽകി എന്നതിനപ്പുറത്തേക്ക്, അപ്പം പകരം ഒരു മന്ത്രിയും വരുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒരു പുനഃസംഘടന മന്ത്രിസഭയിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല, അങ്ങനെ കരുതേണ്ടി വരും അല്ലേ? ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉടൻ അങ്ങനെ പുനഃസംഘടന CPM ആലോചിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഏറ്റവും നല്ല അവസരം ഇത് തന്നെയാണ്. സംസ്ഥാനത്ത് ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി CPM ഉണ്ടാകുന്നു. എല്ലാ തലങ്ങളിൽ നിന്നും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഉറക്കെ പറയാൻ, അത് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തുമൊക്കെ പറയാൻ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ സംസ്ഥാന സമിതി അംഗവും മുതിർന്ന നേതാവുമായ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നു. സംസ്ഥാന സമിതി യോഗത്തിലും സെക്രട്ടേറിയറ്റും ഒക്കെ മുഖ്യമന്ത്രിയുടെ ശൈലി പോലും മാറണമെന്ന് സംസ്ഥാന CPM-ന്റെ സമീപ ചരിത്രത്തിലൊന്നുമില്ലാത്ത തരത്തിൽ ആളുകൾ മുറവിളി കൂട്ടുമ്പോൾ ഏറ്റവും നല്ല അവസരമായിരുന്നു വലിയ പുനഃസംഘടനയിലേക്ക് CPM-ന് പോകണമെങ്കിൽ. പക്ഷേ അതിനിപ്പോൾ CPM തയ്യാറാകുന്നില്ല. മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കുകയാണ്. ഇനിയുള്ള 2 വർഷക്കാലം ജനക്ഷേമ പദ്ധതികൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ CPM തീരുമാനമെടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനപ്പുറത്തേക്ക് ഒരു വിപുലമായ പുനഃസംഘടനയിലേക്ക് CPM കടക്കുന്നില്ല. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും RJD ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട ശക്തമായ സമ്മർദ്ദം CPM ചെലുത്തുന്നുണ്ട്. അങ്ങനെ ഒരു മന്ത്രിസഭ വിപുലമായ ഒരു അഴിച്ചുപണിയിലേക്ക് പോയാൽ അവരുടെ ഒരു ക്ലെയിം കൂടി പരിഗണിക്കേണ്ടി വരും, അല്ലെങ്കിൽ മുന്നണി ബന്ധം വീണ്ടും വഷളാകും. അതും കൂടി ഇതിന്റെ ഒരു കാരണമായി ഒരുപക്ഷെ നമുക്ക് കാണാനാകും. ഏതായാലും വിപുലമായ ഒരു അഴിച്ചുപണിക്കെല്ലാം, വിപുലമായ മുഖം മാറ്റത്തിനല്ല, പകരം ഈ മന്ത്രിസഭയുടെ കാര്യത്തിൽ ഒരു തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ്, തൽക്കാലം മാറ്റേണ്ട അടിയന്തര മാറ്റങ്ങൾ മാത്രമാണ്. അവിടെ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ ഒരു പുതിയ മന്ത്രിക്ക് നൽകേണ്ട തീരുമാനത്തിന്റെ ഭാഗമായിട്ടാകണം ഒരുപക്ഷെ OR കേളുവിനെ SC/ST വകുപ്പിൽ മാത്രം ഒതുക്കുകയും പാർലമെന്ററി കാര്യം മുൻ സ്പീക്കർ കൂടിയായ MP രാജേഷിനും അതുപോലെ തന്നെ ദേവസ്വം VN വാസവനും നൽകുന്നത് സ്വാഭാവികമായും ശബരിമലയുമായി അടുത്ത ശബരിമലയുള്ള പത്തനംതിട്ട തൊട്ടടുത്ത ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി അടുത്ത ആ രീതിയിലൊക്കെ ഒരു സാമീപ്യമുള്ള ജില്ലയിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് VN വാസവൻ. അദ്ദേഹത്തെ അത്തരമൊരു മുഖത്തെ ദേവസ്വം വകുപ്പിലേക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി ആയതിൽ അദ്ദേഹത്തെ താല്പര്യത്തോടുകൂടി ഏറ്റെടുത്ത വകുപ്പല്ല ദേവസ്വം. നേരത്തെ തന്നെ പല തരത്തിലുള്ള ചർച്ചകൾ, വിവരങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ അദ്ദേഹം ആ വകുപ്പിൽ പലതവണ അദ്ദേഹം ശബരിമല സന്ദർശിക്കുകയും അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും VN വാസവനെ പോലെ കുറച്ചുകൂടി അത്തരം കാര്യങ്ങൾ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന നേതാവിനെ ദേവസ്വം വകുപ്പിലേക്ക് കൊണ്ടുവരികയാണ്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാവുകയാണ്. അരുൺ, സംസ്ഥാന സമിതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക. കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ അരുണിലേക്ക് തിരികെ വരാം.
എന്തായാലും OR കേളുവിന്റെ നിയോഗം ഒരു ചരിത്രപരമായ നിയോഗം തന്നെയായി മാറുകയാണ്. പ്രത്യേകിച്ച് CPM രാഷ്ട്രീയത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ പരിഗണന കൊടുക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന വാദമുള്ളപ്പോഴും ഇത്തരമൊരു പട്ടിക വർഗ വിഭാഗക്കാരന് പരിഗണന കിട്ടിയില്ല എന്നത് ഇത്ര നാളും CPM-ന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു, ഒരു വിമർശന വിഷയമായിരുന്നു. അതിന് എന്തായാലും പരിഹാരമുണ്ടാവുകയാണ്. OR കേളു എന്ന മുതിർന്ന അംഗത്തിന് പരിഗണന നൽകിക്കൊണ്ടുള്ള തീരുമാനം വരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ സംഘടനാ തലത്തിലുള്ള ഇടപെടലുകൾ പരിശോധിക്കുമ്പോൾ വയനാട് ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവാണ് OR കേളു എന്നതാണ് പ്രത്യേകത. കുറിച്യ സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർക്കുന്ന് വാർഡിൽ നിന്ന് 2000-ൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തെ ഒരു തുടക്കമെന്ന് വേണേൽ പറയാം. തുടർന്ന് 2005-ലും 2010-ലുമായി 10 വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് 2015-ൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്നു മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി മാറുന്നു. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ തോൽപ്പിച്ചാണ് അദ്ദേഹം മാനന്തവാടി നിയോജക മണ്ഡലം MLA ആവുന്നത്. 2021-ലും വിജയം ആവർത്തിച്ചു. അങ്ങനെ ഒരു ചരിത്രപരമായ നിയോഗം OR കേളു എന്ന വ്യക്തിയിലേക്ക് എത്തുന്നു എന്നതാണ് CPM രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട തീരുമാനമായി ഇത് മാറുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ മറ്റു പ്രധാനപ്പെട്ട ചില പേരുകളും പരിഗണനയിലുണ്ടായിരുന്നു. K രാധാകൃഷ്ണന്റെ പിൻഗാമി ആരാവണം എന്ന ചർച്ചകൾക്കൊടുവിൽ OR കേളു എന്ന തീരുമാനത്തിലേക്ക് CPM എത്തുമ്പോൾ അത് CPM നേരത്തെ പരിഗണിച്ചിരുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിരുന്ന ആ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോയതിന് ലോക്സഭയിലെ സാഹചര്യവും ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ നടന്ന വിമർശന സ്വരങ്ങളും ഇടവെച്ചോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. മന്ത്രിസഭയിൽ ഉണ്ടാവുന്ന പുനഃസംഘടന പകരം K രാധാകൃഷ്ണന്റെ 2 വകുപ്പുകൾ മറ്റു 2 മന്ത്രിമാർക്ക് കൈമാറുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ പുനഃസംഘടന ഉണ്ടാവുന്നില്ല എന്നതാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ നിന്നും പുറത്തു വരുന്ന തീരുമാനങ്ങളും ആലോചനകളും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും സംസ്ഥാന സമിതിയിൽ നടന്ന ചർച്ചകളും വിശദാംശങ്ങളും കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അരുൺ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം പുറത്തേക്ക് പോയിരിക്കുന്നു, സംസ്ഥാന സെക്രട്ടറിക്ക് ശേഷം പുറത്തേക്ക് പോയിരിക്കുന്നു. വൈകിട്ട് ഒരുപക്ഷെ വാർത്താ സമ്മേളനം ഉണ്ടാകും. സംസ്ഥാന വാർത്താ സമ്മേളനത്തിൽ എന്തായാലും ഇത് സംബന്ധിച്ച പാർട്ടിയുടെ തീരുമാനം സംബന്ധിച്ച, പാർട്ടിയുടെ നിലപാട് സംബന്ധിച്ച തിരുത്തൽ രേഖ എന്താണ് എന്ന് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് കൂടി വ്യക്തമായി വരാം. BV അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ചരിത്രപരമായ തീരുമാനം, അത് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ CPM-നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതുണ്ടാവും, ഒരു തർക്കവുമില്ല ആ കാര്യം. കാരണം പുതിയ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യത്തോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനം ഉണ്ടാവണം എന്ന തോന്നലൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ സംസ്ഥാന സമിതിയിൽ നടന്ന മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ശക്തമായ വിമർശനം ഉയർന്നു എന്നതാണല്ലോ പുറത്തു വന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ആ സംസ്ഥാന സമിതിയുടെ ചർച്ചകൾ കൂടി ഇത്തരമൊരു മികച്ച തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ പൊതുവിൽ സ്വീകാര്യമാണ്, പ്രതിപക്ഷത്തിന് പോലും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു വലിയ തീരുമാനമായി ഇത് മാറുമ്പോൾ അത്തരം സാഹചര്യങ്ങളും സാധ്യത കൂടി CPM പരിഗണിച്ചിട്ടുണ്ടാവണം, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഒരു കാര്യം കൂടി, ഉച്ചയ്ക്ക് 2:30-ക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സംസ്ഥാന സമിതിയിൽ നടന്ന ചർച്ചകളുടെയും പാർട്ടിയുടെ തിരുത്തൽ മാർഗരേഖയുടെയും ഒക്കെ വിശദാംശം പറഞ്ഞേക്കും. അതിനൊപ്പം ഈ മന്ത്രിസഭയിലെ മാറ്റങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചേക്കും. ഏതായാലും അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ നാളുകളായി CPM-ൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനങ്ങൾ മാത്രം നടപ്പാക്കപ്പെടുന്നു, അദ്ദേഹം നിശ്ചയിക്കുന്നിടത്തെ കാര്യങ്ങൾ എത്തുന്നു, അദ്ദേഹത്തെ പൂർണ്ണമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതും ചില ആളുകൾക്ക് മാത്രം തീരുമാനങ്ങൾ നിർണായക സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന വിമർശനമൊക്കെ CPM-ൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല, ആരും ധൈര്യപ്പെടുത്തുന്ന വിമർശനമാണ് പൊതുവിൽ CPM-നെതിരെ. നേതാക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ അവരൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും ചർച്ച നടത്തി മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്ക തീരുമാനങ്ങൾ എടുക്കാനിത് അങ്ങനത്തെ പാർട്ടിയല്ല, CPM ആ രീതിയിലുള്ള പാർട്ടിയല്ല, കൃത്യമായ ചർച്ചകളിലൂടെ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പലപ്പോഴും നേതാക്കൾ അവകാശപ്പെടുമെങ്കിലും അങ്ങനെ ആയിരുന്നില്ല CPM-ൽ. കാര്യങ്ങൾ പലപ്പോഴും മുഖ്യമന്ത്രിയുടെ തീരുമാനം ചർച്ചകളിലൊക്കെ ഉണ്ടാകാം, എങ്കിൽ പോലും അത് തന്നെയാണ് ഒരു അന്തിമ നിലപാടായി പലപ്പോഴും, അന്തിമ തീരുമാനമായി പലപ്പോഴും വരിക. പക്ഷേ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് തന്നെ ഇത് മനസ്സിലാക്കണം, വ്യക്തമാക്കണം. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിമർശനങ്ങൾ കൂടി സ്വാഭാവികമായും മുഖ്യമന്ത്രി ഉൾക്കൊള്ളുമെന്ന് തന്നെ ആണ് CPM നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം എപ്പോഴും പാർട്ടിക്കൊപ്പം, പാർട്ടിയോട് ചേർന്ന് പോകുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ വിമർശനം അദ്ദേഹം ഉൾക്കൊള്ളും. പക്ഷേ ഇത്തരമൊരു ചർച്ച, തുറന്ന ചർച്ച CPM-ൽ ഉണ്ടായിട്ട് കാലങ്ങളായി എന്ന് നേതാക്കൾ തന്നെ രഹസ്യമായി സംസാരിക്കുമ്പോൾ സമ്മതിക്കുന്നു. നമുക്കറിയാം
BS പിണറായി പോര് CPM രൂക്ഷമായിരുന്ന കാലം വിഭാഗീയത എന്നൊക്കെ വിളിപ്പേരുണ്ടായിരുന്നുവെങ്കിലും അവിടെ വളരെ കൃത്യമായ ചർച്ചകൾ, ഒരു തീരുമാനമെടുക്കാൻ ഏത് നേതാവും ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ എതിർപ്പുണ്ടാകുമോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന ആശങ്കയൊക്കെ ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു CPM-ൽ. അത് കഴിഞ്ഞ കുറേ നാളുകളായി ഇല്ല എന്നത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ അത്തരം ഒരു ചർച്ചയിലേക്കെങ്കിലും CPM തിരിച്ചു വന്നിരിക്കുന്നു. അത്തരം ശക്തമായ ചർച്ച തന്നെ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ ഗ്ലാമർ മുഖമല്ല എന്നൊക്കെ പറയുമ്പോഴും ORK സഭയിൽ അത്രയധികം നിറഞ്ഞു നിൽക്കുന്ന MLA ഒന്നുമല്ല. അതിന് പുറത്ത് നമ്മൾ അധികം അദ്ദേഹത്തെ ഏതെങ്കിലും വാർത്തയിലും ഒക്കെ അങ്ങനെ കാണുന്ന ആളുമല്ല. അദ്ദേഹം പക്ഷേ വിപുലമായ സംഘടനാ പാരമ്പര്യമുള്ള, വിപുലമായ സംഘടനാ പ്രവർത്തന പരിചയമുള്ള ജനകീയ നേതാവെന്ന നിലയിൽ, അതായത് ജനപ്രതിനിധിയിലും വിപുലമായ പരിചയമുള്ള നേതാവാണ്. നേരത്തെ സൂചിപ്പിച്ചതിന്റെ ചില ഭാഗങ്ങൾ കൂടി 14-ാം വാർഡ് മെമ്പറായ തിരുനെല്ലി പഞ്ചായത്തിൽ 2000-ൽ അദ്ദേഹം പാർലമെന്ററി രംഗത്തേക്ക് വരുന്നയാളാണ്. പിന്നീട് 2010 വരെയും അദ്ദേഹം 15 വരെയും അദ്ദേഹം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായി തുടരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം 2005 മുതൽ 10 വർഷം പ്രവർത്തിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു അദ്ദേഹം.